ആവേശകരമായ മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് 58 റൺസിന്റെ വിജയമാണ് രാജസ്ഥാൻ റോയൽസിന്മേൽ ഇന്നലെ സ്വന്തമാക്കിയത്. ആദ്യം ബാറ്റ് ചെയ്ത ഗുജറാത്ത് ഉയർത്തി 218 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന രാജസ്ഥാൻ 159 റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു. മത്സരശേഷം രാജസ്ഥാൻ ക്യാപ്റ്റൻ സഞ്ജു സാംസന്റെ നിർണായക പ്രതികരണവും വന്നിരുന്നു. ഈ അപ്ഡേറ്റുകളാണ് വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുൻപ് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഏറ്റവും പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. സായ് സുദർശന്റെ ഏറ്റവും മികച്ച തുടക്കം തന്നെയാണ് ഗുജറാത്ത് ടൈറ്റൻസിന് വലിയൊരു സ്കോറിലേക്ക് എത്താനായി ഇന്നലെ സഹായിച്ചത്. വിക്കറ്റ് കീപ്പർ ജോസ് ബട്ട്ലറും ഖാനും രാഹുൽ തവാട്ടിയും അവസാന ഓവറുകളിൽ റഷീദ് ഖാനും മികച്ച ബാറ്റിംഗ് പ്രകടനങ്ങളാണ് ടീമിന് വേണ്ടി കാഴ്ചവെച്ചത്. തുഷാർ ദേശ്പാണ്ഡെയും മഹേഷ് തീക്ഷ്ണയും രാജസ്ഥാന് വേണ്ടി 2 വിക്കറ്റുകൾ നേടിയിരുന്നുവെങ്കിലും 13 മേലെയുള്ള ഒരു എക്കോണമിയിലാണ് ഇരുവരും പന്തെറിഞ്ഞത്. മറുപടി ബാറ്റിംഗിൽ നിരാശയോടുകൂടിയുള്ള ഒരു ബാറ്റിംഗ് പ്രകടനമാണ് രാജസ്ഥാൻ കാഴ്ചവെച്ചത്. ജയ്സ്വാളും നിതീഷ് റാണയും ധ്രുവ് ജുറലും ഇമ്പാക്ട് സബായ ശുഭം ദുബെയും ബാറ്റിംഗിൽ പരാജയപ്പെടുകയായിരുന്നു. ഒരു ഭാഗത്ത് ക്യാപ്റ്റൻ സഞ്ജു സാംസൺ പൊരുതിയെങ്കിലും മികച്ചൊരു പാർട്ണർഷിപ്പിലൂടെ ടീമിനെ മുന്നോട്ട് നയിക്കാനായി അദ്ദേഹത്തിന് സാധിച്ചില്ല. ഇന്നലെ മത്സരശേഷം അദ്ദേഹത്തിന്റെ പ്രതികരണവും സമാന രീതിയിൽ തന്നെയായിരുന്നു. ഒരു മികച്ച പാർട്ണർഷിപ്പിലൂടെ മുൻപോട്ട് വരുമ്പോൾ കൃത്യസമയത്ത് തന്നെ ഗുജറാത്ത് തങ്ങളുടെ വിക്കറ്റുകൾ നേടിയിരുന്നു. ഹെറ്റ്മെയറുമായി ബാറ്റ് ചെയ്തപ്പോൾ തീർച്ചയായിട്ടും വിജയപ്രതീക്ഷ ഉണ്ടായിരുന്നു. പന്ത് ബാറ്റിലേക്ക് വരുന്ന സാഹചര്യത്തിൽ തങ്ങൾക്ക് മികച്ച ഷോട്ടുകൾ കളിക്കാനായി സാധിച്ചിരുന്നു. എന്നാൽ ക്രെഡിറ്റ് പോകുന്നത് ഗുജറാത്ത് ബോളർമാർക്ക് തന്നെയാണ്. വേണ്ട സമയത്ത് അവർ കൃത്യമായി തന്നെ പന്തെറിഞ്ഞ് വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടുണ്ട്. മത്സരം പരാജയപ്പെടുന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ട് ബാറ്റിംഗ്, എന്തുകൊണ്ട് ബോളിംഗ് തിരഞ്ഞെടുത്തു എന്നുള്ള ചോദ്യങ്ങൾ തീർത്തും സ്വാഭാവികമാണ്. തങ്ങളുടെ ബോളിംഗ് പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാനായി സാധിച്ചിരുന്നില്ല. ഒരു ടീം എന്ന നിലയിൽ ആദ്യം ബാറ്റ് ചെയ്താലും ആദ്യം ബോൾ ചെയ്താലും ഒത്തിണക്കത്തോടു കൂടി കളിക്കുന്നതിനായി തങ്ങൾ പരാജയപ്പെടുക തന്നെയായിരുന്നു. തീർച്ചയായിട്ടും വരും മത്സരങ്ങളിലേക്ക് പോരായ്മകൾ പരിഹരിച്ച് തിരിച്ചെത്തുമെന്നാണ് സഞ്ജു മത്സരശേഷം പറഞ്ഞത്. ജയത്തോടുകൂടി പോയിന്റ് പട്ടികയിൽ 1ാം സ്ഥാനത്തേക്കാണ് ഗുജറാത്ത് ടൈറ്റൻസ് എത്തിയിരിക്കുന്നത്. മറുഭാഗത്ത് വലിയ തോൽവി ഏറ്റുവാങ്ങിയതോടുകൂടി രാജസ്ഥാന് നെറ്റ് റൺ റേറ്റ് വലിയ രീതിയിൽ തന്നെ പിന്നോട്ട് പോയിട്ടുണ്ട്. നിലവിൽ പോയിന്റ് പട്ടികയിൽ 7ാം സ്ഥാനത്താണ് രാജസ്ഥാൻ. വീഡിയോ അവസാനിക്കുന്നു. ഏറ്റവും പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.